2024 ഒക്ടോബർ 15 പുലർച്ചെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മഞ്ജുഷയും മക്കളും കാത്തുനിൽക്കുകയായിരുന്നു. മലബാർ എക്സ്പ്രസിൽ സ്ഥലം മാറ്റം കിട്ടി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിവരുന്ന പ്രിയപ്പെട്ട അച്ഛൻ നവീൻ ബാബുവിനെ വരവേൽക്കാൻ. ആ ട്രെയിനിൽ പക്ഷേ ആ അച്ഛൻ ഇല്ലായിരുന്നു. അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന അവരുടെ പ്രാർത്ഥനകൾ വിഫലമാക്കി മണിക്കൂറുകൾക്ക് മുൻപേ മിടുക്കനായ ആ ഉദ്യോഗസ്ഥൻ ഇനിയൊരു മടങ്ങിവരവില്ലാത്ത ലോകത്തേക്ക് യാത്രയായിരുന്നു. ചെങ്ങളായിലെ ഒരു പെട്രോൾ പമ്പിന്റെ NOC, അതിനു പിന്നിലെ കൈക്കൂലി ആരോപണം. യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാതെ കയറിച്ചെന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ചൊരിഞ്ഞ അപവാദശരങ്ങൾ. വാക്കുകൾ കൊണ്ട് മനസ്സുമുറിഞ്ഞ നവീൻ ബാബു ജീവിതത്തിൽ നിന്നു തന്നെ ഇറങ്ങിപ്പോയി. നിയമവഴിയിൽ തീർപ്പാക്കേണ്ട വിഷയത്തിൽ അമിതാധികാരത്തോടെ ഇടപെട്ട് ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ അധികാരഗർവിനെ കേരള മനസാക്ഷി ഒന്നടങ്കം വിചാരണ ചെയ്തു. PP ദിവ്യ അറസ്റ്റിലായി, പ്രതി ചേർക്കപ്പെട്ടു. എന്നാൽ 11ാം നാൾ ജാമ്യം നേടി അവർ വീണ്ടും പൊതുരംഗത്ത് സജീവമായി. എല്ലാം പതിവ് പോലെയായെന്ന് പലരും കരുതി. ആ കുടുംബം പക്ഷേ എല്ലാം അവസാനിച്ചെന്ന് വിശ്വസിച്ചിരുന്നില്ല. നവീന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പിണറായി സർക്കാരിനെയും കോടതികളെയും സമീപിച്ചു. നിരാശയായിരുന്നു ഫലം. ഒടുവിൽ ഭരണമാറ്റത്തിന്റെ പുതുപ്രതീക്ഷയിൽ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് അവർ ആ കണ്ണീർ അപേക്ഷ വീണ്ടും വെച്ചു. CBI അന്വേഷണത്തിനുള്ള തീരുമാനവും വന്നു. ഇത്രയും പെട്ടെന്നൊരു നടപടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു 30ലേറെ പോയിന്റുകൾ, ഒരുപാട് ഡിഫക്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതൊക്കെ തന്നെ അന്വേഷിക്കണം. അതെല്ലാം തന്നെ കളക്ട് ചെയ്ത് അന്വേഷിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. CBIയുടെ ഈ വരവിനോട് പക്ഷേ CPIM-ന് അത്ര യോജിപ്പല്ല. കോടതിക്ക് മുകളിലല്ല മുഖ്യമന്ത്രി VD സതീശൻ എന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വിമർശനം. ഏത് ഏജൻസി അന്വേഷിച്ചാലും അന്വേഷണം നീതിപൂർവമായിരിക്കണം. എല്ലാറ്റിനും അവസാന വാക്കല്ല CBI. കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു. ആ അപ്പീലും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി തള്ളിയതാണ്. സുപ്രീം കോടതിയേക്കാൾ വലിയ ആളാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും. CBI എത്തുക നേരറിയാനോ അതോ രാഷ്ട്രീയ വേട്ടയ്ക്കോ?